ഏറ്റവും പുതിയ ജുറാസിക് വേൾഡ് സിനിമയായിട്ടുള്ള ജുറാസിക് വേൾഡ് റീബർത്ത് കാണുമ്പോൾ ഒറിജിനൽ ജുറാസിക് പാർക്ക് സിനിമകളിൽ ഉപയോഗിച്ചിട്ടുള്ള റൈറ്റിംഗ് ട്രോപ്പുകൾക്കുള്ള ഒരു ട്രിബ്യൂട്ട് പോലെയാണ് തോന്നുന്നത്. ഒറിജിനൽ ജുറാസിക് പാർക്ക് സിനിമകളുടെ രചയിതാവായിട്ടുള്ള ഡേവിഡ് കേപ്പ് ഫ്രാഞ്ചൈസിലേക്ക് തിരിച്ചുവരവ് നടത്തുന്ന ഈ പടം ജംസ്കെയറുകളെ പരിധിയിലധികം ആശ്രയിക്കുന്ന ഒരു ഹൊറർ ഫിലിം ഫീലാണ് തരുന്നത്. സ്റ്റീവൻ സ്പിൽബർഗ് ആ കാലത്ത് ചെയ്തു വെച്ച സാധനങ്ങളെ പ്രത്യേകതകളൊന്നുമില്ലാതെ ആവർത്തിക്കുന്നുണ്ട് ഇവിടെ. വ്യത്യസ്തമായിട്ട് അവർ കൊണ്ടുവരാൻ നോക്കുന്ന ഒറിജിനൽ ഐഡിയകൾ പോലും എവിടെയൊക്കെയോ കണ്ടുമറന്ന ഫീലുള്ള പരിപാടികളാണ്. ജുറാസിക് പാർക്ക് സിനിമകൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആ ലോകത്തെ പരിചയപ്പെടാൻ ഗാരത്ത് എഡ്വേർഡ്സ് ഒരുക്കിയിട്ടുള്ള ഈ സിനിമ കണ്ടു നോക്കാവുന്നതാണ്. കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയ ഒരവസ്ഥയിലാണ് ലോകം ഇപ്പോൾ ഉള്ളത്. ദിനോസറുകളെ പല സ്ഥലങ്ങളിലും തോന്നിയ പോലെ കാണുന്നുണ്ട്. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് എഫക്റ്റ് കാരണം ഇക്വേറ്ററിന് അടുത്തുള്ള ഭാഗങ്ങളിലല്ലാത്ത സ്ഥലങ്ങളിലൊന്നും അവയ്ക്ക് അധികകാലം ജീവിക്കാൻ പറ്റുന്നില്ല. മാർട്ടിൻ ക്രെബ്സ് എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി റെപ്രസെൻറ്റേറ്റീവ്, സോറ ബെന്നറ്റ് എന്ന എക്സ് മിലിറ്ററി കോവേർട്ട് ഓപ്പറേറ്റീവിനെയും ഹെൻറി ലൂമിസ് എന്ന പാലിയന്റോളജിസ്റ്റിനെയും ഒരു സ്ഥലത്തേക്ക് ക്ഷണിക്കുന്നു. ഇപ്പോൾ അടച്ചുകൂട്ടി കിടക്കുന്ന പഴയൊരു ഡൈനോസോർ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയിൽ പോയി ജീവനുള്ള ചില ഡൈനോസറുകളിൽ നിന്ന് ചില സാമ്പിളുകൾ ശേഖരിക്കണം എന്നതാണ് അവരുടെ ലക്ഷ്യം. ഒരു മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ യാത്രയും അതിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോരോ കഥാപാത്രങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ ആരെയൊക്കെ ഡൈനോസർ തിന്നു എന്ന്. 1993 വന്നിട്ടുള്ള ഒറിജിനൽ സിനിമയിലുള്ള കഥാപാത്രങ്ങൾക്ക് സമാനമായ കഥാപാത്രങ്ങളും ക്യാരക്ടർ ഇക്വേഷനുകളും പുനഃസൃഷ്ടിക്കുന്നത് ഹോമാജായിട്ട് കണക്കാക്കണമെങ്കിൽ അതിനൊരു മിനിമലിസം വേണം. പക്ഷെ ഒട്ടും എക്സൈറ്റ് ചെയ്യിപ്പിക്കാത്ത ഒരു കോർ ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആദ്യം മുതൽ അവസാനം വരെ 30 കൊല്ലം മുന്നേ ഉണ്ടാക്കിയ ഐക്കോണിക് മൊമെന്റുകളെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ കേപ്പിനെയും എഡ്വേർഡ്സിനെയും സീക്വൽ ഉണ്ടാക്കാൻ പറഞ്ഞ് യൂണിവേഴ്സിൽ ഫോഴ്സ് ചെയ്തതുപോലെ തോന്നി. കാരണം ബോക്സ് ഓഫീസിൽ ഇപ്പോൾ ഓടുന്നത് ഇവരുടെയൊക്കെ കണക്കിൽ സീക്വലുകളാണ്. ആദ്യത്തെ സിനിമയിൽ, അതായത് സ്പിൽബർഗ് ഉണ്ടാക്കിയ സിനിമയിൽ അലൻ ഗ്രാൻഡ് എന്ന കഥാപാത്രം കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ കുട്ടികൾക്കൊപ്പം കാട്ടിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. സിനിമ തീരാനാകുമ്പോഴേക്കും കുട്ടികളോടുള്ള ഗ്രാൻഡിന്റെ മനോഭാവം മാറുന്നുണ്ട്. ഈ ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി റീബർത്തിൽ അവർ ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയെ കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഡൈനോസോറിനെ കാണുമ്പോഴുള്ള എക്സൈറ്റ്മെന്റ് സീനും റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആവേശമൂത്ത് ആർത്ത് വിളിക്കുന്ന സയന്റിസ്റ്റ് ഇത്തവണ ഹെൻറി ലൂമിസ് ആണ്. കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇയാൻ മാൽക്കം എന്ന കഥാപാത്രം ദിനോസറിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് ജുറാസിക് പാർക്ക് കണ്ട എല്ലാവർക്കും ഓർമ്മയുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെയും വേറെ ഒരു വേർഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഐക്കോണിക് ആയിട്ടുള്ള എല്ലാം വീണ്ടും വീണ്ടും ഈ സിനിമയിൽ പലയിടങ്ങളിലും കാണിക്കുന്നുണ്ട്. മരുന്നുകൾ ഓപ്പൺ സോഴ്സ് ആക്കണമെന്ന് ലൂമിസ് സോറയ്ക്ക് ക്ലാസ് എടുക്കുന്നതൊക്കെ കാണുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത ഒരു എക്സ്ക്യൂസ് പോലെ സിനിമ ഉപയോഗിക്കുന്നത് പോലെ തോന്നി. കഥാപാത്രങ്ങൾ തമ്മിൽ നീണ്ട കോൺവെർസേഷനുകൾ ഉള്ള രീതിയിലാണ് ഗാരത്ത് എഡ്വേർഡ്സ് സിനിമ തുടങ്ങുന്നത്. വർക്ക് ലൈഫിൽ സംഭവിച്ച ട്രോമകളെക്കുറിച്ചുള്ള സംഭാഷണം വളരെ ജനറിക് ആയതുകൊണ്ട് നമ്മൾ കണ്ണുകൂട്ടി പോകും എന്ന് തോന്നുന്ന പോയിന്റിൽ വലിയ ബാക്ക്ഗ്രൗണ്ട് സ്കോറും വൈഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടുകളും കയറി വരും. ആദ്യത്തെ 40 മിനിറ്റിൽ ഇത് 3-4 തവണ സംഭവിക്കുന്നുണ്ട്. ഐലൻഡിൽ എത്തിയതിനു ശേഷം മൊത്തത്തിൽ ജംസ്കെയറുകളാണ്. മോശം പ്രേതപ്പടത്തിലാണെങ്കിലും പേടിപ്പിക്കാനായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ജംസ്കെയറുകൾ ആർക്കും പേടി തോന്നും. 90കളിൽ കാറിന്റെ ഡാഷ്ബോർഡിൽ വെള്ളത്തിന്റെ റിപ്പിൾ ഉപയോഗിച്ചിട്ട് സ്റ്റീവൻ സ്പിൽബർഗ് ഉണ്ടാക്കിയതിന്റെ 7 അയലത്ത് ഇതിലുള്ള ഒരു സീക്വൻസും എത്തുന്നില്ല. ഡൈനോസോറുകളെ കാണിക്കുന്ന CGI ഭാഗങ്ങൾ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ മലയുടെ മുകളിലൊക്കെ നിൽക്കുന്ന ഭാഗത്ത് ഷോട്ടുകൾ കാണുമ്പോൾ ആ സെറ്റ് വർക്കിന്റെ ടെക്സ്ചറും ലൈറ്റിങ്ങും കാരണം അതൊരു സെറ്റാണ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാവുന്നുണ്ട്. ഏതാണ്ട് ഒരു ബ്ലാക്ക് വിഡോ സോണിലുള്ള സോറ എന്ന കഥാപാത്രത്തെ സ്കാർലറ്റ് ജോഹാൻസൺ അനായാസം തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ജോണത്തൻ ബെയ്ലിയാണ് ഈ ലോകത്തേക്ക് ആദ്യമായിട്ട് വരുന്ന പോലത്തെ റൂക്കി ആയിട്ടുള്ള ലൂമിസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. മഹർഷാല അലി ഡങ്കൻ എന്ന ട്രാൻസ്പോർട്ടർ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. റൂപ്പർട്ട് ഫ്രണ്ട് അവതരിപ്പിച്ചിട്ടുള്ള കോർപ്പറേറ്റ് വില്ലൻ വലിയ പ്രത്യേകതയുള്ള ഒന്നുമല്ല. കടലിൽ അകപ്പെടുന്ന ഫാമിലിയിലെ അംഗങ്ങളെ അവതരിപ്പിക്കുന്ന നടന്മാർ നല്ല രീതിയിൽ തന്നെ അവരെ ഏൽപ്പിച്ച കഥാപാത്രങ്ങളെ ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഡൈനോസോറുകളെ വലിയ സ്ക്രീനിൽ സ്ഥിരമുള്ള ജംസ്കെയറുകളുടെ കൂടെ കണ്ടാൽ മതി എന്നതാണ് ഒരു ജുറാസിക് വേൾഡ് സിനിമ കാണാനുള്ള നിങ്ങളുടെ മാനദണ്ഡമെങ്കിൽ ജുറാസിക് വേൾഡ് റീബർത്ത് വലിയ തെറ്റില്ലാത്ത ഒരു സാധാ സിനിമയായിട്ട് തോന്നിയേക്കാം. ഡൈനോസോർ ഏത് നിമിഷവും വരും എന്നുള്ള ടെൻഷൻ ഫാക്ടർ ഈ സിനിമ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉണ്ട്. പക്ഷെ മറ്റ് സിനിമകൾ കണ്ടിട്ട് എഴുതി ചേർത്തതുപോലത്തെ ഇതിലെ പേടിപ്പിക്കൽ പരിപാടികളിൽ ഒരിക്കലും ഓർത്തിരിക്കാൻ പാകത്തിനുള്ള ഒന്നാകുന്നില്ല. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്